ഇവിടെ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ എബ്രഹാം മാത്യു പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിന് മറക്കാൻ കഴിയാത്ത ദുരനുഭവങ്ങളുടെ ഒരു UDF കാലം, അത് വളരെ പ്രധാനപ്പെട്ടതാണോ? നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള നിജേഷ് അരവിന്ദ് അല്പം പരിഹാസ രൂപേണയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടി ആ മുന്നണിയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നു, വിശദീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇന്ന് കോൺഗ്രസ്, കാരണം കാര്യങ്ങൾ വെളിപ്പെട്ടല്ലോ, രീതിയിൽ നിങ്ങളെ സമീപിക്കുന്നത്. ഒരു പരിഹാസ രൂപേണ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ UDF നിങ്ങളോട് കാട്ടിയ സമീപനം, രീതി നിങ്ങളെ സംബന്ധിച്ച് മറക്കാവുന്നതല്ല എന്നതുകൂടിയുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, UDF കെട്ടിയുയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യാജ പ്രചരണം, ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു എന്നുള്ള നിലയിൽ ചില മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് നടത്തിയ ഒരു വ്യാജ പ്രചരണം, അത് പൊളിഞ്ഞുപോയതിൻ്റെ ഒരു ജാള്യതയിൽ നിന്നാണ് ഇപ്പോൾ പറയുന്ന ചില വാദഗതികൾ ഉയർന്നു വരുന്നത്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൂടെ എല്ലാം ഒരു തെളിയുന്നൊരു കാര്യം, VD സതീശൻ 100 സീറ്റ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് UDFന് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ LDFനെ നേരിടാനുള്ള ആത്മവിശ്വാസമില്ല എന്നതിൻ്റെ തെളിവാണല്ലോ അവർ ഈ വിസ്മയമുണ്ടാകും, മുന്നണി വിപുലീകരിക്കും, അവരെ ഞങ്ങൾ കൂട്ടും, ഇവരെ ഞങ്ങൾ കൂട്ടും, ഞങ്ങൾ വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കും, ഒരുപാട് വിശാലമായ സാമൂഹിക പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? സ്വന്തം ശക്തിയിൽ, സ്വന്തം ബലത്തിൽ വിശ്വാസമില്ലാത്ത, പോരാട്ടത്തിനിറങ്ങുമ്പോൾ, പോരിനിറങ്ങുമ്പോൾ സ്വന്തം ബലത്തിൽ ആത്മവിശ്വാസമില്ല എന്നുള്ളതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ. അതിൽ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കൽപ്പിത കഥ തകർന്നു പോയപ്പോൾ ഉണ്ടായ ഒരു ജാള്യതയിൽ നിന്നാണ് ഇപ്പം അത്തരം ഒരു വർത്തമാനം UDF പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുമ്പേ ഞാൻ ചൂണ്ടിക്കാണിച്ചതിൻ്റെ കൂടെ ഒരു ഉദാഹരണം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം 12-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട LDF കൺവീനർ TP രാമകൃഷ്ണനെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നെ കേൾക്കുന്ന ആർക്ക് അദ്ദേഹത്തോട് പരിചയമുള്ളവർക്ക് ചോദിച്ചു വ്യക്തത വരുത്താം. അതായത് LDFൻ്റെ മധ്യമേഖല ജാഥയുടെ ജാഥാ പോയിന്റ് എൻ്റെ മണ്ഡലത്തിലില്ല. കാഞ്ഞിരപ്പള്ളിയിൽ പൂഞ്ഞാറുകാർ കൂടി കാഞ്ഞിരപ്പള്ളിയിൽ ചെന്ന് പങ്കെടുക്കണം എന്നുള്ള നിലയിലാണ് ആ പ്രാഥമിക പര്യടന ജാഥയുടെ ഷെഡ്യൂൾ വന്നത്. അപ്പോൾ അങ്ങാ രീതിയിൽ ചെയ്തിരിക്കുക. അപ്പോൾ അത് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയതാണ്. ഞാൻ ബഹുമാനപ്പെട്ട LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ഞാൻ ഈ സമരവേദിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അത് പറ്റില്ല, എൻ്റെ മണ്ഡലത്തിലും കൂടി അതിൻ്റെ ഒരു മധ്യമേഖല ജാഥയുടെ ഒരു പോയിന്റ് വേണം, അത് മുണ്ടക്കയത്ത് വേണം, അത് അതനുസരിച്ച് നിർദ്ദേശം കൊടുത്തു എന്നെ റീഷെഡ്യൂൾ ചെയ്യണം എന്ന് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു. അത് അദ്ദേഹത്തോട് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്തോ അല്ലെ കാണുമ്പോൾ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ UDFിലോട്ട് പോകാൻ വെമ്പൽ കൊള്ളു നിൽക്കുകയാണെങ്കിൽ LDFൻ്റെ മധ്യമേഖല ജാഥ മുണ്ടക്കയത്തേക്ക് വരണമെന്ന് കൺവീനറോട് ഞാൻ ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ വസ്തുതകൾ ഇതായിരിക്കുമ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആരോ കൊളുത്തിവിട്ട ഒരു ചെറിയ പടക്കം അതിങ്ങനെ എല്ലാവരും കൂടി ഏറ്റുപിടിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എബ്രഹാം മാത്യു സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ നയങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടാണ് കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ തന്നെ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യമൊക്കെ ഇപ്പോഴും നിൽക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ UDFിൽ നിന്ന് പുറത്താക്കിയതാണ്. UDFിൽ നിന്ന് പുറത്താക്കിയ ആ സാഹചര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുക. അത് ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തികച്ചും തെറ്റായ ഒരു അവകാശവാദം ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ശ്രീ PJ ജോസഫ് സാറും KM മാണി സാറും ഒപ്പിട്ട ഒരു എഗ്രിമെൻറ്റ്, ഞാനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് കരാറിരിക്കുകയാണ്. ആ കരാറിരിക്കുമ്പോഴാണ് മാണി സാറിൻ്റെ മരണശേഷം പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്നെ മാറ്റിയിട്ട് വേറൊരാളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ കോൺഗ്രസ് തികച്ചും അധാർമികമായി തെറ്റായി രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്ത വിധം പിന്തുണയ്ക്കുകയും ആ പിന്തുണച്ച് ഞങ്ങളുടെ ന്യായമായ അവകാശത്തെ ഹനിച്ചുകൊണ്ടുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുറത്താക്കലുണ്ടായത്. അതെല്ലാം ഇപ്പോഴും അവിടെ അതേപടി നിൽക്കുക. കാരണം അന്ന് അതിന് ഒരു നിമിത്തമായി തീർന്നത് ഞാൻ വഹിച്ചിരുന്ന പദവിയുമായി ബന്ധപ്പെട്ട് ഞാനാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ തിരിച്ച്
UDF-ലേക്ക് പോകാൻ മുൻകൈ എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്ര ലോജിക്കില്ലാത്ത കാര്യമാണ്, എത്ര വിരോധാഭാസമായിരുന്നു. അതിലൊരു കാര്യം വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന് അങ്ങനെ ഒരു അജണ്ടയില്ല. കേരള കോൺഗ്രസ് എം LDF-ന്റെ അവിഭാജ്യ ഘടകമാണ്. അത് LDF-ൽ തന്നെ നിന്നുകൊണ്ട് 3ാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കേരള കോൺഗ്രസ് ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നടത്തും. അത് വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും. ശരി, ഞാൻ ശ്രീലാൽ ഇപ്പോൾ ഈ MLA സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തതാണ് ഈ മനുഷ്യനെ കുറിച്ചാണല്ലോ ഈ കൽപ്പിത കഥകളെല്ലാം മെനഞ്ഞത്. ഇതിൻ്റെ കേന്ദ്രബിന്ദുവാക്കി വെച്ചത് ഈ MLA കുറിച്ചാണ്. അതിലൊരാൾ പ്രധാനിയായിട്ട് ഈ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് ഇദ്ദേഹത്തെയാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിലപാടുകൾ തുറന്നു പറയുന്നതോടുകൂടി അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വരുന്നു.